ഹലോ, നമസ്കാരം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് നമ്മുടെ വണ്ടിയിൽ പ്രോപ്പറായിട്ട് എങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഒരുപാട് കാലമായിട്ട് വണ്ടി ഓടിക്കുന്നവരായിരിക്കും നിങ്ങൾ. പക്ഷേ ശരിയായിട്ടുള്ള രീതിയിൽ എങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാന്നുള്ളത് നമുക്കിന്ന് നോക്കാം. നമ്മൾ ഇന്ന് അതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അതിന് മുമ്പ് തന്നെ പറയട്ടെ, നമുക്ക് ശരിയായ രീതിയിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വണ്ടിക്ക് മാക്സിമം ഫ്യൂൽ എഫിഷ്യൻസി കിട്ടും. മാത്രമല്ല നമുക്ക് ഗിയർ ബോക്സ് ഒക്കെ നമുക്ക് ഒന്നുകൂടി ലൈഫും കിട്ടും. ഇതാണ് നമുക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ന്യൂട്രലിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ക്ലച്ച് പിടിച്ച് ഫസ്റ്റിലോട്ട് ഇട്ടിട്ട് പയ്യൊന്ന് വണ്ടി മൂവ് ചെയ്യണം വേണ്ടേ. മൂവ് ചെയ്ത പാട് തന്നെ നമുക്ക് സെക്കൻഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ചിലരെ കണ്ടിട്ടുണ്ട് സെക്കൻഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാടങ്ങ് വണ്ടി റവ് ചെയ്തിട്ട് ഒരുപാട് RPM ലിമിറ്റൊക്കെ കയറ്റിയതിന് ശേഷം ഷിഫ്റ്റ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ ആവശ്യമില്ല ആക്ച്വലി. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും മൂവ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ്, അതായത് വണ്ടി സ്റ്റേബിളായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ മൂവ് ചെയ്യാൻ മാത്രമേ നമുക്ക് ഫസ്റ്റ് ഗിയറിൻ്റെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞ പാട് തന്നെ നമുക്ക് സെക്കൻഡ് ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. അതങ്ങനെ തന്നെ നോക്കുക. ഒരുപാട് RPM ലിമിറ്റിലോ ഒരുപാട് ആക്സിലേറ്റർ ചെയ്തിട്ടോ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അത്രയും നമുക്ക് ഫ്യൂൽ അവിടെ നഷ്ടമാവുന്നുണ്ട്. അപ്പം നമ്മൾ മാക്സിമം പെട്ടെന്ന് തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുക. നമ്മൾ കണ്ടിട്ടുണ്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരെ. അതായത് ഒരുപാട് ബെല്ലൊക്കെ പ്രയോഗിച്ചിട്ട് അവർക്ക് സ്റ്റിയറിംഗ് ബാലൻസ് പോലും കറക്റ്റ് ശരിയാവില്ല. ആ സമയത്ത് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാന്നുള്ളത് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമ്മൾ വണ്ടി ന്യൂട്രൽ സ്റ്റേജിലാണെന്നുള്ളത് കൺഫേം ചെയ്യുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുള്ള കാര്യം എനിക്കറിയാം. നമ്മൾ ലെഫ്റ്റിലോട്ട് ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് ലെഫ്റ്റിലോട്ട് ചാരി ഇത് ഈ കാണുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വീണു. അടുത്തായിട്ട് അതേ സ്പോട്ടിൽ അതേ പോസ്റ്റിൽ തന്നെ നമ്മൾ നേരെ അടിയിലോട്ട് വന്നാൽ നമുക്ക് സെക്കൻഡ് ഗിയറുമായി. ഇനി അടുത്തായിട്ട് തേർഡ് ഗിയർ ഇടാനാണ് ഇതിൽ ഏറ്റവും സുഖം. തേർഡ് ഗിയർ ഇടാൻ നമ്മൾ ജസ്റ്റ് പറഞ്ഞാൽ 2 തട്ടി കൊടുത്താൽ മതി എന്ന് ശരിക്കും അറിയാം. ഇനി ഫോർത്ത് ഇടുന്നത് ഇതുപോലെ തന്നെ നേരെ അടിയിലോട്ട് ഒന്നും കൂടി നീക്കിയാൽ നേരെ ന്യൂട്രലാവും. ഒന്നും കൂടി നീക്കിയാൽ നമ്മൾ നേരെ ഫോർത്തായിരിക്കും. ഫിഫ്ത്ത് ഇടുന്ന സമയത്ത് നേരെ ന്യൂട്രലാക്കുക. എന്നിട്ട് നേരെ ലെഫ്റ്റിലേക്ക് തിരിച്ചതിന് പകരം നമ്മൾ റൈറ്റിലേക്ക് ജസ്റ്റ് ചാരുക, ഫിഫ്ത്ത് ഇടുക. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ്. ഇതൊന്ന് യൂസ്ഡ് ആവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് ഭയങ്കര ഇഷ്ടത്തോടു കൂടി ഞങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തായിട്ട് പറയുന്നത് ചില ആളുകളും ചെയ്യാവുന്ന അല്ലെങ്കിൽ ചെയ്യുന്നത് കണ്ടിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതായത് ഫസ്റ്റ് നിന്ന് നേരെ തേർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അതായത് സെക്കൻഡ് ഗിയർ സ്കിപ്പ് ചെയ്തിട്ട് തേർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നൊരു ശീലം, അല്ലെങ്കിൽ ഓരോ ഗിയറും സ്കിപ്പ് ചെയ്യുന്ന ഒരു രീതി. സത്യം പറഞ്ഞാൽ അതൊരു ശരിയായിട്ടുള്ളൊരു രീതിയല്ല. നമുക്ക് ഓരോ ഗിയറിനും ഓരോരോ RPM ലിമിറ്റും സ്പീഡ് ലിമിറ്റും ഉണ്ട്. അത് തന്നെ പ്രോപ്പറായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് എന്നുള്ള കറക്റ്റ് ഓർഡറിൽ തന്നെ നമ്മൾ അപ്പ് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ തന്നെ അത് ചെയ്ത് ശീലിക്കുക. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, എല്ലാവരും ഇത് മാക്സിമം ശ്രദ്ധിക്കുക. അതായത് ഹാഫ് ക്ലച്ചിലൊന്നും നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യരുത്. നമ്മൾ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലച്ച് എൻഗേജ് ചെയ്തിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഗിയർ ഷിഫ്റ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലോങ് റണ്ണിലേക്കൊക്കെ നിങ്ങളുടെ ഗിയർ ബോക്സ് പെട്ടെന്ന് പണിയായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്ലച്ച് ഫുൾ അപ്ലൈ ചെയ്തിട്ട് ക്ലച്ച് എൻഗേജ് ചെയ്തതിൻ്റെ ശേഷം മാത്രം നമ്മൾ ഓരോ ഗിയറും പ്രോപ്പറായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുക.